ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നർ വോയിസ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിട്ടാണ് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഡിവൈൻ നിങ്ങളുടെ ഇന്നർ വോയിസിന് കൊടുക്കുന്നൊരു കാര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നൊരു എനർജി അവർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ചും കൂടെ നിങ്ങൾ ഉന്നതിയിലോട്ട് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് എന്താണ് ഏഞ്ചൽസിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയായിരിക്കും നിങ്ങൾ മെച്ചപ്പെടുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങൾ ഹൈ ആയിട്ടുള്ള പൊസിഷനിലോട്ട് എത്തുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കൂടുതലധികം ആൾക്കാർക്കും ഇത് കണക്റ്റഡ് ആവും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാലോചിച്ചില്ല, അതിൻ്റേതായിട്ടുള്ളൊരു ഇതായിരിക്കും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് എന്താണോ അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ആവശ്യം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ കണ്ട് ചീട്ട് കണക്ക് തോന്നുന്നല്ലേ, ചീട്ടിൻ്റെ കാർഡ് കണക്കുണ്ടത്. ഓക്കെ 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 അപ്പോൾ ഇതൊരു പൈലൊന്നും ഞാൻ വെക്കുന്നത്, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇത് നിങ്ങൾക്ക് കുറേ അധികം ലൈഫിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വരും. ഓക്കെ, അപ്പം തടസ്സങ്ങൾ കുറേ വരും, തടസ്സങ്ങൾ ഇഷ്ടംപോലെ വരും, എങ്കിൽ പോലും അതിനൊക്കെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ഇന്നർ വോയിസിന് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും, പ്രശ്നങ്ങൾ വരും. ഓക്കെ, അത് പല രീതിക്കായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. പോസിറ്റീവായിട്ടും വരും, നെഗറ്റീവായിട്ടും വരും. പല രീതിക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് പ്രശ്നങ്ങൾ വരും. മേ ബി അതൊരു പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഒരു തടസ്സമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമേ അറിയാൻ പറ്റുന്ന പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ആദ്യമേ അറിയാൻ പറ്റും നല്ലതായിരിക്കും. പക്ഷേ ഇത് എങ്ങനെയും വരാം പ്രശ്നങ്ങൾ. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യുക. ഓക്കെ, അങ്ങനെ തരണം ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസിലാണ് നെഗറ്റിവിറ്റീസ് വരും, കണ്ണീർ, കമ്പയർ, പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതിനെയൊക്കെ തരണം ചെയ്ത് മൈൻഡ് കോൺസെൻട്രേഷൻ ചെയ്ത് ഒന്നിനെയും മാനസികപരമായിട്ട് എടുക്കാണ്ടിരിക്കുക. എല്ലാത്തിനെയും നിങ്ങൾ ഭയങ്കരമായിട്ടും ബ്രെയിൻ യൂസ് ചെയ്തെടുക്കുക. തിങ്ക്, യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, ഒന്നിനെക്കുറിച്ചും വെറി ചെയ്യാണ്ടിരിക്കുക, ഒന്നിനെക്കുറിച്ചും പേടിക്കാണ്ടിരിക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ കരുതി വെച്ച കാര്യങ്ങളായിരിക്കും. മേ ബി നിങ്ങൾക്ക് വരേണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരെ തന്നെ ചെയ്യും. അത് അനുഭവിച്ച് തീർത്തതിന് ശേഷം നിങ്ങളുടേതായ പോയിന്റിലോട്ട് നിങ്ങളെത്തും. ഓക്കെ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം നിങ്ങൾക്ക് വരും. ഓക്കെ, അതായത് ഒരു മദർ എനർജി. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ അധികം ആൾക്കാർക്ക് ഈ ദൈവം എന്താണ് അല്ലെങ്കിൽ ദൈവം എവിടെയാണ് ഇരിക്കണമെന്ന് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ലോകത്തോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങളുടെ ദൈവമാണ്. അതായത് നിങ്ങളുടെ അമ്മ, അച്ഛൻ, ആ ഒരു രണ്ട് ദൈവങ്ങളാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്ന ദൈവങ്ങൾ. അപ്പം അത് തന്നെയാണ് നിങ്ങളുടെ ദൈവങ്ങൾ. അച്ഛൻ, അമ്മ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവം. നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സത്യം, റിയാലിറ്റി, നിങ്ങൾ മനസ്സിലാക്കിയ റിയാലിറ്റി, സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ, അമ്മയാണ്. അതായത് ദൈവം അവർ തന്നെയാണ്. ബാക്കിയുള്ള ദൈവങ്ങളെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അവരുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഉണ്ട് എന്ന് കണ്ടതും റിയാലിറ്റി എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അപ്പം അവരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക. അച്ഛൻ, അമ്മ, അവരെ കെയർ ചെയ്യുക. അവർക്ക് വേണ്ടി എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്ത് കൊടുക്കുക. മരിച്ചുപോയവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വരം അവർ തരും. അവർക്കതിനുള്ള കഴിവുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. രാജാവിനെ പോലെ ഉட்காരുക, രാജാവിനെ പോലെ ഇരിക്കുക. ഓക്കെ, രാജാവിനെ പോലെ പെരുമാറുക. അതായത്
ഭയങ്കരമായിട്ടും കഠിനാധ്വാനം ചെയ്യുക, എന്നിട്ട് രാജാവിനെ പോലെ ജീവിക്കാൻ വേണ്ടി നോക്കുക മാക്സിമം. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഡിവൈൻ പ്രത്യക്ഷപ്പെടും. അത് പല രീതിക്കായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഡിവൈൻ പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ രൂപത്തിലായിരിക്കും, അച്ഛൻ്റെ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്, കൂട്ടുകാരൻ്റെ രൂപത്തിലായിരിക്കും, ഒരു ഡിവൈൻ രൂപത്തിലായിരിക്കും. പല റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പല രീതിക്കുള്ള ആൾക്കാരും നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ രീതിക്കുള്ള മെച്ചങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. ഡിവൈൻ ടൈമിൽ ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഓക്കെ, നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന എമൗണ്ട്, പണം, ധനം, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തവർ, ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആ ഒരു ടൈമിൽ എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് ഡിവൈൻ ഒഴുകി തരും. 7 ആകാശത്തിൽ നിന്നും താഴോട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ തലവര മാറ്റി അവർക്ക് നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളിത് പഠിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മുന്നേറി വരാൻ വേണ്ടിയാണ്. നമുക്ക് ഇപ്പോൾ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഭാവി എന്താവും, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് നിങ്ങളുടെ തലവരയാണ്, അത് നിങ്ങളുടെ വിധിയാണ്, നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ മാറുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതെല്ലാം മാറിയുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലെസ്സിങ്സിനോടൊപ്പം തന്നെ നിയർ ഫ്യൂച്ചർ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും എല്ലാം ക്ഷമിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുക. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ക്ഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാത്തിനോടും ക്ഷമയുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ കാർമിക് ബോണ്ടൊക്കെ അങ്ങ് എൻഡാവും. കാർമിക് എൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരവേണ്ടിയതെല്ലാം നിങ്ങട്ട് വരും. ഓക്കെ, ഇങ്കസുത്തി ഉങ്കിട്ടതാ വരും, എല്ലാമേ നിങ്ങളടുത്തോട്ട് വരും. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിനോട് ഒരു ഹോപ്പ് വയ്ക്കുക എന്നാണ് നിങ്ങളുടെ ഡിവൈൻ പറയുന്നത്. ഓക്കെ, ഹോപ്പ് മീൻസ് നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പക്ഷേ ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക, ഓരോന്നും ചെയ്യുക, ഭയങ്കരമായിട്ടും വലിയ ലക്ഷ്യങ്ങൾ കാണുക. ആ ഒരു ലക്ഷ്യത്തെ എടുത്തതിന് ശേഷം ഓരോന്നായിട്ട് എടുത്തുവെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. പാർട്ട്ണർഷിപ്പ് ബന്ധം, അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്ഷിപ്പുമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ, നെഗറ്റിവിറ്റീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ബോധേഡ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരാളെയും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളായിട്ട് ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മാറാനേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതിന് ആ ഒരു വ്യക്തി വിചാരിച്ചാലേ മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാളെ മാറ്റിയെടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ മോശം സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ കുറേയധികം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി, ചൈൽഡ്ഹുഡ് ട്രോമാസ്. ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ തന്നൊരു സിറ്റുവേഷനാണ്. ഹാർഡ് വർക്ക്, നിങ്ങൾ കുറേയധികം പൈസ പോയി നിങ്ങളിൽ നിന്ന്, കുറേയധികം എന്താ പറയുക, നിങ്ങൾക്ക് ഈ വ്യക്തിയെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയത്തില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ ഭയങ്കരമായി ഡാർക്ക് അടിച്ച് നിന്നൊരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഹോപ്പുണ്ട്. ഈ പറയുന്ന ടൈം, അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്ന സമയത്ത്, കാലചക്രം മാറിക്കറങ്ങുന്ന സമയത്ത് നിങ്ങളെ കയ്യിലും ഈ പറയുന്ന ഹോപ്പ് ഉണ്ടാവും, നിങ്ങളെ കയ്യിലും മന്ത്രവടി തരും. ഇപ്പോൾ വേറൊരു വ്യക്തിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കാലചക്രം മാറി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം നിങ്ങളും ഈ വ്യക്തിയും എല്ലാം ഈ ഭൂമിക്ക് ഒരേ കണക്ക് വേണ്ടപ്പെട്ട വ്യക്തികളാണ്. ആ വ്യക്തിക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം നല്ല രീതിയിൽ കൊടുത്തിട്ട് എനിക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ നല്ല ഡാർക്ക് ആക്കുന്നതെന്ന് ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയും ഈ വ്യക്തിയും ഞാനും എല്ലാവരും ഈ യൂണിവേഴ്സിൽ ഒരേ കണക്ക് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം, നിങ്ങൾക്ക് വേണ്ടി വരുന്ന ടൈമിൽ നിങ്ങൾക്കെല്ലാം വരും. അതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും കഠിനാധ്വാനം ചെയ്യുക, കോൺഫിഡൻസ് കൂടുതലും കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഒന്നിനോടും നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഈ റീഡിങ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ആവണമെന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ കേട്ടിട്ട് ആ ഒരു സിറ്റുവേഷൻസ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും. അപ്പം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞിട്ട് അത് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. അതാണ് നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നത്.
അതേ കണക്ക് തന്നെ ഇമോഷണൽ ലോസ്, അതായത് ഇമോഷണലായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്ന ടൈമാണെന്നുണ്ട് അത് ഒന്നും ഇമോഷണലി എടുക്കാണ്ടിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമോഷണലി എടുത്ത് മനസ്സിൽ കയറ്റി വെച്ച് അവരെ കുത്തിത്തിരിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ ഭയങ്കരമായിട്ടും മാനസികപരമായിട്ടും വിഷമിപ്പിച്ച് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അത് അപ്പോഴെങ്കിലും കളയുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. പിന്നെ ഐ തിങ്ക് നിങ്ങളുടെ സോൾ ഭയങ്കര പ്യൂർ സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സോളിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ സോളിന് ഒരു കഴിവുണ്ട്, ഒരു സ്പിരിച്വൽ കഴിവുണ്ട്, ഒരു മെൻ്റർ കഴിവുണ്ട്. ആ ഒരു കഴിവിനെ മനസ്സിലാക്കി അത് ചിലപ്പം ഹാർഡ് വർക്ക് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും, ചിലപ്പോൾ സംസാരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം, ചിലപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ളതായിരിക്കാം, ചിലപ്പം എന്തുമാവാം. ആ ഒരു കഴിവിനെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഇന്നർ സോൾ പർപ്പസ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് ആയിട്ട് നിങ്ങളുടെ പർപ്പസ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അത് മേ ബി നിങ്ങൾ ഉള്ളിലോട്ട് നോക്കുമ്പോഴായിരിക്കും കാണുന്നത്. പുറത്തോട്ട് പോയിട്ട് എവിടെ നോക്കിയാലും കിട്ടത്തില്ല. ഉള്ളിലോട്ട് നോക്കുക. ദൈവത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവം അവിടെ ഇരിപ്പുണ്ട്. ഉള്ളിലോട്ട് നോക്കി പോകണം. തേടി തിരഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒന്നും കിട്ടത്തില്ല. ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാ സാധനം ഈ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പം അതിനെ വെച്ച് യൂസ് ചെയ്ത് കളിക്കാൻ അറിയണം. അതുമായിട്ട് കൂടുതലും ഈ പറഞ്ഞ ഇത്ര മികച്ച രീതിയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും, മുന്നേറി നിൽക്കുന്ന എല്ലാ ആൾക്കാരും സ്വന്തം കഴിവിനെ മികച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഇതാവുന്നവരാണ്. ഓക്കെ, അപ്പം റിലേഷൻ എന്തുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക. റിലേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങൾ സംഭവിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നിങ്ങൾക്ക് അത് ആ ടൈമാണ്, ആ സിറ്റുവേഷൻസാണ്, അതങ്ങനെ സംഭവിക്കണം. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ഒരു ലിസണാണ്. ഓരോ വ്യക്തിയും ഓരോ പാഠങ്ങളാണ്. ഞാനും എല്ലാവരും ഓരോ വ്യക്തിയും ഓരോ പാഠങ്ങളാണ്. അപ്പോൾ ഹോപ്പ് ഉണ്ടാവും, 100% ഹോപ്പ് ഉണ്ടാവും. വിഷമിക്കാണ്ടിരിക്കുക. എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും ഡാർക്ക് അടിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള പൊസിഷൻ, അതായത് മടി പിടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മടി പിടിച്ചിരിക്കാണ്ടിരിക്കുക. കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ മടി പിടിച്ചിരിക്കുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫുഡും കഴിച്ച് അതേ കണക്ക് തന്നെ എന്താ പറയുക, ഒന്നിനോട് താല്പര്യമില്ല. വീട്ടിൽ നിൽക്കുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് മടി, താല്പര്യമില്ലായ്മ, ഒന്നിനോട് താല്പര്യമില്ലായ്മ, അതൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലധികം ഫോക്കസ് ചെയ്യേണ്ടത് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ട്, നല്ലതായിട്ടുള്ള കമ്പനിക്കാർ, നല്ലതായിട്ടുള്ള ആൾക്കാരോട് പെരുമാറാൻ വേണ്ടി നോക്കുക. മനസ്സിലാക്കുക ആൾക്കാരുടെ ചിന്താഗതി, ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലോട്ട് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരെ ഒന്നും അടുപ്പിക്കാണ്ട് പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരെ മാത്രം അടുപ്പിക്കുക. അതായത് ഈവിൽ ആയി കണ്ണുപിടുക്കുക. നിങ്ങളെക്കാട്ടി ഒരുപടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ആൾക്കാരെ അടുപ്പിക്കാണ്ടിരിക്കുക. നല്ല രീതിക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പിടിച്ചേക്കുന്ന കൊമ്പിൽ അത് മണ്ട തേഞ്ഞ കൊമ്പാണെങ്കിൽ പോലും അത് വളരും. നിങ്ങളെ സ്നേഹിച്ചാൽ മതി. നിങ്ങളതിനെ ആത്മാർത്ഥമായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് പുറമെ ആർക്കും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതേ കണക്ക് യൂസ് ചെയ്ത് നിങ്ങൾ മാറുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ലോകം നിങ്ങൾക്കായി ചേഞ്ച് ആവും, മാറും. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് മാറും. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി. എല്ലാം ഒരു എനർജിയുടെ ബേസിലാണ് നടക്കുന്നത്. അപ്പം അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഓക്കെ, ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിലോട്ട് കാണാം.